സാർ. ആ വരൂ. ഇരിക്കെ. വേണ്ട സാർ, ഞങ്ങൾ നിന്നോളാം. നിങ്ങൾ ഇരുന്നോളൂ. സാർ, ഞങ്ങൾക്ക് മോളെ ഒന്ന് കാണണം. നോക്ക്, ഇത് വളരെ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ്. പ്രിയങ്ക തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. സോ കാണാൻ പറ്റില്ല. അങ്ങനെ പറയരുത് സർ. സാർ ഈ പറയുന്ന കുറ്റമൊന്നും അവള് ചെയ്തിട്ടില്ല. രാധിക അവളുടെ ചേച്ചിയല്ലേ. അപ്പൊ പിന്നെ എങ്ങനെയാ അവൾ അവളുടെ കൂടെപ്പിറപ്പിനെ ദ്രോഹിക്കുന്നത്? സാർ, ഇവരെ ആ പ്രിയങ്ക ഒന്ന് കാണിച്ചു കൊടുക്ക്. വളരെ നന്ദിയുണ്ട് സാർ. ഒരുപാട് സമയം എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ ലോക്കപ്പിൽ കിടക്കുന്ന നിങ്ങളുടെ മകള് എന്റെ ജോലി തെറിപ്പിക്കും എന്ന് പറഞ്ഞയാളാ. അവളുടെ കൂടുതൽ പെർഫോമൻസ് ഒന്നും വേണ്ട. സാർ, വരൂ. സാർ, ഈ വലിയ വലിയ ആളുകളൊന്നും എനിക്കത്ര പരിചയം പോരാ. ഈ കാര്യത്തിനു വേണ്ടി എനിക്കാരെയും വിളിക്കാനുമില്ല. വിളിച്ചിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ല തിരുമേനി. കൃത്യമായ തെളിവുകളുള്ള കേസാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെ കോടതിയിൽ ഹാജരാക്കാനേ പറ്റൂ. പിന്നീടുള്ള തീരുമാനം കോടതിയുടേതാണ്. ഇല്ല സാർ, അതെനിക്ക് അനുവദിച്ചു തരാൻ പറ്റില്ല. എന്റെ മോളെ സാർ കോടതിയിലേക്ക് കൊണ്ടുപോരുത്. അവളെ ശിക്ഷിക്കരുത്. എന്റെ മോളെ സാറ് വിടുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാതെ ഇവിടെ ഇരുന്ന് മരിക്കേണ്ടി വന്നാൽ പോലും. നിങ്ങൾ കുറച്ചുകൂടി ബോധപൂർവം ചിന്തിക്കുക. ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതോ ഞങ്ങൾ ബോധപൂർവം ചെയ്യുന്നതോ അല്ല. സർ, അവളെ രക്ഷിക്കാൻ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. അത് കുറ്റവാളിയെ രക്ഷിക്കാനുള്ള കാരണമല്ലല്ലോ. മാത്രമല്ല, ലോക്കപ്പിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ ബന്ധുക്കൾ വന്ന് അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് വാദിക്കുക. അച്ഛനമ്മമാരുടെ കരച്ചിൽ കേട്ട് എല്ലാവരെയും വിട്ടയക്കുകയാണെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷൻ എന്തിനാ? തിരുമേനി, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. ഇല്ല സാർ, എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഞാനിവിടെ ഇരിക്കാൻ പോവാ. അതൊന്നും പറ്റില്ല. സാറിന് എന്നോട് ദേഷ്യപ്പെടാം, എന്നെ അടിച്ച് ഇവിടുന്ന് പുറത്താക്കാനും ശ്രമിച്ചു. പക്ഷേ ഒരച്ഛൻ എന്ന നിലയിൽ എന്റെ മോളെ ഈ അവസ്ഥയിൽ ഇവിടെ വിട്ടു പോവാൻ എനിക്കാവില്ല. ഇവരൊക്കെ ഇങ്ങനെ ചെയ്താൽ എന്താണോ ചെയ്യുക? ഇത്തരത്തിൽ ന്യായീകരിക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ടാണ് കുറ്റവാളികളും കുറ്റകൃത്യങ്ങളും കൂടുന്നത്.
ഡിപ്രഷനിൽ നിരാഹാരം ഇരിക്കുക. നമുക്കാരും ഇല്ലല്ലോ മോളെ. നമ്മുടെ ഗതി ഇങ്ങനെയായി പോയല്ലോ. അമ്മ നമുക്കറിയില്ലേ, ആൺകുട്ടികൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയ കാര്യം പറഞ്ഞ് ചില അമ്മമാര് വേദനയോടെ എന്റെ മുന്നിൽ കരയാറുണ്ട്. അന്നൊന്നും അമ്മ വിചാരിച്ചില്ല ഇങ്ങനൊരു ഗതി ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുമെന്ന്. അമ്മ വിഷമിക്കല്ലേ, ഞാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാം. ഇവിടെ എല്ലാരും രംഗ ചെയ്ത തെറ്റിന്റെ കാഠിന്യാ പറയുന്നത്. എനിക്ക് അവരോട് പറഞ്ഞു നിൽക്കാൻ പറ്റുന്നുമില്ല. പറഞ്ഞ കാര്യങ്ങൾ അവള് ചെയ്തതാണെങ്കിൽ അതിനേക്കാൾ വലിയ ക്രൂരത വേറെയില്ല. പക്ഷെ ഇട്ടിട്ട് പോവാൻ പറ്റില്ലല്ലോ, പെറ്റമ്മയായി പോയില്ലേ. അമ്മ ഫോൺ വെക്കേ, ഞാൻ വരുണിനോട് തന്നെ ഒന്ന് സംസാരിക്കട്ടെ. ആർക്കും വരാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. അവളെ കോടതിയിൽ കൊണ്ടുപോവുകയോ അച്ഛൻ ഇവിടെ ഇരുന്ന് അവസാനിക്കുകയോ എന്തേലും ചെയ്യട്ടെ. നീ ഫോൺ വെച്ചോ, ഞാൻ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലട്ടെ.